ഇതിൽ ഗ്യാസ് തീർന്നു പോയാലും ഗ്യാസ് ലീക്ക് ആയാലും അല്ല ഇതിന്റെ ഫ്ലെയിം കട്ട് ഓഫ് ആയി പോയാലും എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് അലാറം വഴി നമ്മളെ അറിയിക്കുന്നതായിരിക്കും. ഈ ഇത് ടെമ്പറേച്ചർ എത്തുമ്പോൾ തനിയെ ഓഫായി ആ ടെമ്പറേച്ചർ എത്രയാണോ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും തന്നെ. എല്ലാവർക്കും നമസ്കാരം. കേരള മെഷീനറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റോസ്റ്റർ ആണ്. അതും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഗ്യാസ് ഇഗ്നേഷൻ സിസ്റ്റം ഉള്ള റോസ്റ്റർ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മൾ രണ്ട് വേരിയന്റ് ആണ്. ഒന്ന് നമുക്ക് ഓട്ടുരുളി മാന്നാർ ഓട്ടുരുളി ചെയ്തിട്ടുള്ള റോസ്റ്ററും ഉണ്ട്. പിന്നെ നമുക്ക് നോർമലായിട്ട് ഇൻഡാലിയത്തിന്റെ റോസ്റ്ററിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഒരു 10 ലിറ്റർ തൊട്ട് മേലോട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നോർമലായിട്ട് റോസ്റ്റർ നമ്മൾ എല്ലായിടത്തും കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ സ്പീഡിൽ കറങ്ങുന്ന അജിറ്റേറ്റർ ഉള്ള റോസ്റ്ററുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പല സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വളരെ സ്ലോയിൽ ഇളക്കേണ്ടതും സ്പീഡിൽ ഇളക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള റോസ്റ്റർ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പൊ അത്തരത്തിലുള്ള റോസ്റ്ററാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഗ്യാസ് ഇഗ്നേഷൻ സിസ്റ്റം, അതായത് നമുക്ക് വേണ്ട ടെമ്പറേച്ചർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിന്റെ ഗ്യാസ് കട്ട് ഓഫ് ആകുകയും തന്നെ ഓൺ ആകുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസ് അത്രയും ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാര്യം ഇതിനകത്ത് ടെമ്പറേച്ചർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓട്ടുരുളി ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയാൻ വളരെ സമയമെടുക്കും. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിന്റെ സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പല സാഹചര്യങ്ങളിൽ നമുക്ക് ഗ്യാസ് ഈ എണ്ണ തിളക്കുന്ന സമയത്താണെങ്കിൽ എണ്ണ പെട്ടെന്ന് ചീത്താവുന്നതിന്റെ കാര്യം ടെമ്പറേച്ചർ ഹൈ ആയി പോകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് കറുത്ത് പോകുന്നത് ഈ ടെമ്പറേച്ചർ ഹൈ ആയി പോകുമ്പോഴാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഭയങ്കരമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു ഓട്ടോ ഇഗ്നേഷൻ സിസ്റ്റം വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഗ്യാസ് ഓൺ ആക്കി ആദ്യം തന്നെ വെക്കുക. അതിനുശേഷം ഈ ഇഗ്നേഷൻ സിസ്റ്റം ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ഇത് ആർക്കിയത് ഇത് തന്നെ കത്തുന്നതായിരിക്കും. ഇത് ടെമ്പറേച്ചർ എത്തുമ്പോൾ തനിയെ ഓഫായി ആ ടെമ്പറേച്ചർ എത്രയാണോ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും തന്നെ. അപ്പൊ നമുക്ക് പകുതിയിലേറെ നമുക്ക് ഇതിനകത്ത് ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും. അത് ഇങ്ങനെയുള്ള സംഭവമാണ് നമുക്ക് ഇതിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലുണ്ട്. കണ്ടില്ലേ, ഈ റോസ്റ്ററിൽ നമുക്ക് അങ്ങനെ തന്നെയാണ്, അത്തരത്തിൽ തന്നെയാണ്. നമുക്കിതിപ്പോ അരിയൊക്കെ വറക്കുവാനുള്ള റോസ്റ്ററാണിത്. അരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറക്കുവാനുള്ള റോസ്റ്ററാണിത്. അപ്പം ഇതിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗ്യാസ് ഓട്ടോ ഇഗ്നേഷൻ സിസ്റ്റം ആണ് ഇതിനകത്തും വരയ്ക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് VFD ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോട്ടറിന്റെ ഇതിന് വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് 3 ഫേസ് സിംഗിൾ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു VFD ഉപയോഗിക്കുന്നത്, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഈ ഫ്രീക്വൻസി ഡ്രൈവാണ് നമുക്ക് ഇതിനകത്താണ് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുമല്ല, ഈ ഒരു മോട്ടറിന്റെ ഒരു 10-1 ഇതിന്റെ പവർ കൺസപ്ഷൻ കുറയ്ക്കാനായിട്ടും നമുക്ക് ഈ ഒരു VFD നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലതായിട്ടുള്ളൊരു കൺട്രോൾ പാനലാണ് നമ്മൾ ഇതെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങൾ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരിക്കും. പിന്നെ ഇതിന്റെ സബ്സിഡി സ്കീമുകളായിട്ടുള്ള എല്ലാ ഇതിലും നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് ആയിട്ടുള്ള എല്ലാ സബ്സിഡിയും നമുക്ക് ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്. PMFME, PMEGP അങ്ങനെ എല്ലാം ഇതിലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള സേഫ്റ്റി എന്ന് പറയുന്നത് ഗ്യാസിലാവുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ സേഫ്റ്റി സൈഡ് നമുക്ക് വളരെയായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഗ്യാസ് തീർന്നു പോയാലും ഗ്യാസ് ലീക്ക് ആയാലും അല്ല ഇതിന്റെ ഫ്ലെയിം കട്ട് ഓഫ് ആയി പോയാലും എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് അലാറം വഴി നമ്മളെ അറിയിക്കുന്നതായിരിക്കും. ഈ ഊട്ടർ വർക്ക് ചെയ്യും. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. സാധാരണ ഇതിന്റെ ഗ്യാസ് ഒക്കെ തീർന്നത് നമ്മൾ അറിയാനേ പറ്റത്തില്ല. അപ്പൊ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ സേഫ്റ്റി സൈഡും അങ്ങനെ ഹൈലി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മുടെ Threestar അഗ്രോ മെഷീനറി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.